പാമ്പ, പത്തിക്കാരന്, മൂക്കന്, അണലി വരാതിരിക്കാനുള്ള മരുന്നാണ് ഈ ചെയ്യുന്നത്. പാമ്പിനെ തുരത്തുന്ന മരുന്നാണ്. വേണ്ട ഫ്രേ വേണ്ട, ഞാൻ അടിച്ചു കൊടുത്താൽ മതി. വേണ്ട, ഞാൻ അടിച്ചു കൊടുത്താൽ നമ്മളെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ ഒന്നും പാമ്പേ വരത്തില്ല. എന്തോ ഇതാണ് പാമ്പിനെ ഓടിക്കുന്ന മരുന്നാണിത്. ഇതിങ്ങനെ അടിച്ചാൽ മതിയോ? ഇത് അടിക്കുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കൊണ്ട് പാമ്പുകൾ അടുക്കുന്നില്ല. ഇവിടെ എല്ലാം കാടാ. ഇപ്പൊ കരിഞ്ഞു കിടക്കുന്ന മഴയില്ലാത്തോണ്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഇഴന്തുക്കൾ ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ എഫക്റ്റ് ഇട്ട് ഈ പരിസരത്ത് വരില്ല. ഇത് ഇപ്പൊ ഒരുപാട് പേരെ പാമ്പ് കടിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം കടിച്ച് കൊന്ന് വീട്ടിലിരിക്കുന്നവരെയും കക്കൂസിനകത്ത് കയറി പാമ്പ് കൊന്നതായിട്ട് ആളുകൾ പറഞ്ഞ് നമ്മളെ എപ്പോഴും ചാനലിൽ ഈ മരുന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താലേ അവരും അതൊക്കെ ചെയ്യുമ്പോഴേ അവരെ വീട്ടിലും പാമ്പ് വരൂല. പാമ്പ് സൂക്ഷിക്കും വേണം, വരൂല്ലെന്നല്ല, അവര് സൂക്ഷിക്കണം. എവിടെ കയറിയാലും കക്കൂസിൽ കയറിയാലും വീട്ടിന്റെ പരിസരത്ത് വീട്ടിനകത്ത് കയറിയാലും ഇത് ശ്രദ്ധിച്ചേ കയറാവും. ഇങ്ങനെയുള്ള ഇഴന്തുക്കൾ വന്ന് കയറുന്നത് കഥ തുറന്നിടാൻ പാടില്ല, ജനല് തുറന്നിടാൻ പാടില്ല. വീട്ടിനകത്ത് കയറും, തണുപ്പടിച്ച് വീടിനകത്ത് കയറും. അപ്പൊ അവർക്കൊക്കെ ഈ മരുന്നൊന്ന് പറഞ്ഞു അവർക്ക് ഈ മരുന്നുണ്ട് ഞാൻ അടിച്ചു കൊടുത്താൽ മതി. അതൊന്ന് പറഞ്ഞുതരാമോ? നമുക്ക് പറഞ്ഞുതരാം. അവർക്കും രക്ഷപ്പെടട്ടെ. ഓരോന്ന് പാമ്പിനെ തുരത്താനുള്ള ഒറ്റ മൂല്യം നമ്മളെ നാടൻ പരളുപ്പ് കേട്ടാ. അത് ഈ പാമ്പിനെ തുരത്തുന്ന പരിപാടിയാണ്. ഇനി കുട്ടികളെയൊന്നും ആരും പാമ്പ് കടിച്ച് കൊല്ലാതിരിക്കാൻ. എത്ര പേരാ ഇപ്പം പാമ്പ് കടിയേറ്റ് മരിച്ചത് കണ്ടേ. ഇത് നല്ല പരളുപ്പാണ്. കണ്ട, ഇത് ഉപയോഗിക്കണം. കണ്ട, ഇതിലിടണം. ഇതിട്ടിട്ട് ഇതിൽ താണ്ട 5 തുള്ളി ഡെറ്റാൾ. ഈ ഡെറ്റാൾ ഈ ഉപ്പിലൊഴിക്കണം. ഇത് ഇനി എല്ലാവരും ഇതുപോലെ ചെയ്യണം, എല്ലാവരുടെ വീട്ടിലും. ഈ ഡെറ്റാൾ ഇത് നമ്മളെ പെട്രോൾ പമ്പിൽ നിന്ന് മേടിക്കുന്ന ഡീസലാണ് കേട്ടോ. ഇതിൽ നിന്ന് ഇത്തിരി ഒഴിക്കണം. ഇത് ഡീസൽ. ഈ ഉപ്പിനൂടെ ഡെറ്റാൾ, ഉപ്പ്, ഡീസൽ. ഈ ഓയിൽ തന്നെ യഥാർത്ഥ ഓയിൽ ഒഴിക്കണം, അല്ല കരിയോയിലൊന്നും ഒഴിക്കണ്ട. ഇത് ഓയിൽ. നാല് കൂട്ടം കൂടെ മിക്സ് ചെയ്ത് കലക്കണം. കണ്ട, ഇത് ഓയിൽ. ഇതും കൂടെ ചേർത്ത്, ഇത് 3-4 കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം, കലക്കണം. കണ്ട, ഇങ്ങനെ കലക്കിയെടുക്കണം. നമ്മളെ പരിസരങ്ങളിൽ ജന്തുക്കൾ വന്ന് കയറാതിരിക്കാൻ. ഇതിൻ്റെ ഗ്യാസ് ഇങ്ങനെ പടർന്ന് ഇതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ 4 ചുറ്റും വീശിക്കൊണ്ടിരിക്കും. ഇത് കൊച്ചുങ്ങൾക്കൊന്നും അസ്വസ്ഥത ഉണ്ടല്ല. വെളിയിൽ, വീട്ടിനകത്തല്ല, പുറത്താണ്. പരിസരങ്ങളിൽ ഒരു വീട്ടിൽ ഇഴത്തുങ്ങൾ വന്ന് കയറില്ല. പാമ്പ, പത്തിക്കാരന്, മൂക്കന്, അണലി വീട്ടിൻ്റെ പരിസരങ്ങളിൽ വരരുത്. വരാതിരിക്കാനുള്ള മരുന്നാണ് ഈ ചെയ്യുന്നത്. ഇതുപോലൊരു സ്പ്രെയർ മേടിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ തുറന്ന് ഇത് താത്ത് വെച്ചിട്ട് ഈ കലക്കുന്ന ഓയിലും ഡീസലും ഡെറ്റാളും ഉപ്പും നാടൻ, നമ്മൾ വേറെ വിഷമൊന്നുമില്ല, അല്ല പാമ്പിനെ കൊല്ലാനുള്ളതല്ല, മനുഷ്യരെ കൊല്ലണ്ട. ഇതൊന്നും അടുത്ത് വരാതിരിക്കാനുള്ള മരുന്നാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ അടപ്പ് തന്നെ ഇത് തിരിച്ച് ഇതിലിട്ട് നല്ല മുറുക്കി അടയ്ക്കണം. ഇത് വൈദ്യരമ്മയുടെ വീടാണ്. ഇത് തടവുന്ന ശാലയാണ്. ഇവിടെയൊക്കെ കാടും പരിസരങ്ങളൊക്കെ കാട് ചുറ്റുമുള്ളതാണ്. ഇവിടെയൊക്കെ പാമ്പുകൾ കയറാതെ ഈ മരുന്നാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇഴജന്തുക്കളെ ഒന്നും വന്ന് കയറത്തില്ല. ഞാൻ അടിച്ചു കൊടുത്താൽ മതി. പാമ്പിൻ്റെ ഇതെൻ്റെ തടിയൊക്കെ പറക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഇഴജന്തുക്കളെന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം പറക്കി തുറന്ന് ഈ ചൂടാൻ്റെ പാറപ്പറയായതുകൊണ്ട് ഇന്നും വന്ന് അടുത്തിരിക്കില്ല. എന്നാൽ ഞാൻ അടിച്ചു കൊടുത്താൽ നമ്മളെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ ഒന്നും പാമ്പേ വരത്തില്ല. ഇനി നമ്മളെ ഇഴജന്തുക്കളി ഒന്നും നമ്മളെ വീട്ടിൻ്റെ 4 ചുറ്റും വന്നിരിക്കില്ല. ഈ മഴയില്ലാത്തതുകൊണ്ട് ഈ ചൂടുകൊണ്ട് വെള്ള ഈർപ്പങ്ങളുള്ളതുകൊണ്ടാണ് പാമ്പുകൾ വന്ന് കയറി നിന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം വനവാസം ഉണ്ട്. കാട് കിടക്കുന്നുണ്ട. പാമ്പുകളെല്ലാം വരുന്ന സ്ഥലങ്ങളാണ്. എന്നെ ഇതുവരെ കടിച്ചിട്ടുമില്ല. ഇവിടെയെങ്കിലും മൂലയിൽ കയറി നിന്നില്ല. ഈ മരുന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസരങ്ങളിൽ അതിൻ്റെ മരുന്നുകൾ ഇട്ടിട്ടേക്കുന്നുണ്ട. അതെല്ലാം മരുന്നുകളാണ്. തൈലം കാച്ചുന്നത്. ഒരുപാട് പിള്ളേർ ഇപ്പോൾ പാമ്പ് കടിച്ചു. ഒരുപാട് നല്ല കൊച്ചുങ്ങളെല്ലാം പാമ്പ് കടിച്ച് പൊന്നുമക്കളെല്ലാം കൊന്ന്. ഇന്നാളൊരു ചേച്ചിയാണ്ട കക്കൂസിനകത്ത് എന്നൊരു മൂക്കം കൊത്തിയെന്ന് പറയാനായിട്ട് ഒരുപാട് പേരെ ഈ പ്രാവശ്യം പാമ്പ് ഓടിച്ച. എന്തായാലും ഈ ഒരു മരുന്ന് നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കാം. ഈ മരുന്ന് എല്ലാ വീട്ടിലും ചെയ്യണം. ഇത് ആണല്ലേ. ഡീസൽ, ഓയിൽ, ഉപ്പ്,
ഡെറ്റാൾ ഇത് 4 കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കലക്കി കുപ്പിക്കകത്ത് ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന കുപ്പിക്കകത്ത് ഒഴിച്ച് 4 വീട്ടിൻ്റെ 4 ഭാഗത്തങ്ങളിലും ഇത് രാത്രി ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഏകദേശം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെയ്താൽ ആദ്യം ചെയ്തിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ എഫക്റ്റ് പോകില്ല.